ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. കേട്ടിട്ട് എക്സാം ഒത്തിരി തവണ എഴുതിയിട്ടും ആ ഒരു എക്സാം ക്വാളിഫൈ ചെയ്യാൻ സാധിക്കാണ്ട് പോയ കുറേ പേര് നമ്മുടെ ഇടയിൽ. അതേപോലെ തന്നെ കേട്ടിട്ട് എക്സാം ഇനി എഴുതാൻ പോകുന്നവരുണ്ടായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് നിങ്ങൾ ഫോളോ ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യുക, നമ്മളെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. കേട്ടിട്ട് എക്സാം ഒത്തിരി തവണ ഞാൻ എഴുതി, പക്ഷേ എനിക്ക് ഈ ഒരു എക്സാം പാസ്സാവാൻ സാധിക്കണില്ല. ഇനി ഞാൻ എന്ത് ചെയ്യും, അല്ലെങ്കിൽ എങ്ങനെ ഞാൻ പാസ്സാവും? നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അതായത് ഓരോ സ്കൂളിൽ നമുക്ക് ജോലി ചെയ്യണമെങ്കിൽ, ഒരു അധ്യാപകനായിട്ടോ അല്ലെങ്കിൽ ഒരു അധ്യാപികയായിട്ടോ നമുക്ക് ജോലി ചെയ്യണമെങ്കിൽ എന്ത് വേണം, കേട്ടിട്ട് നിർബന്ധമാക്കിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഒരു ഡെയിലി വേജ് ആയിക്കോട്ടെ, ഒരു ഡെയിലി വേജ് സ്കൂളിൽ നമുക്ക് ഇൻ്റർവ്യൂവിന് പോകണമെങ്കിൽ പോലും എന്ത് വേണം, ഈ ഒരു കേട്ടറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം. പല സ്കൂളുകാരും ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഇൻ്റർവ്യൂ പോലും അറ്റൻഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. ആ ഒരു അവസ്ഥയ്ക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ കേട്ടിട്ട് ക്വാളിഫൈ ചെയ്യുക എന്നത് വളരെയധികം അത്യാവശ്യമായ ഒരു സംഭവമാണ്. പക്ഷേ ഒത്തിരി തവണ ഈ ഒരു എക്സാം എഴുതിയിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കണില്ല, ക്വാളിഫൈ ചെയ്യാൻ സാധിക്കണില്ല എന്നും പറയുന്ന കുറേ പേരുണ്ട്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ DED അല്ലെങ്കിൽ BEd ഒക്കെ പഠിക്കുന്ന സമയത്ത്, അതായത് ഒരു തേർഡ് സെം കഴിഞ്ഞ് ഒരു ഫോർത്ത് സെം എത്തുന്ന സമയത്തായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, ആദ്യമായിട്ട് ഈ ഒരു കേട്ടിട്ട് എഴുതാൻ അവസരം കിട്ടുക. അപ്പോൾ ആ സമയത്ത് നമ്മളൊന്നും വല്ലാതെ ഈ ഒരു എക്സാമിന് വേണ്ടി അത്രയും വലിയ പ്രിപ്പറേഷൻ നമ്മൾ ചെയ്യാറുണ്ടായിരിക്കില്ല. പൊതുവേ ആൾക്കാർ എന്ത് ചെയ്യും, ജസ്റ്റ് എക്സാമിൻ്റെ ഒരാഴ്ച മുമ്പൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യും, എക്സാം പോയി ഒന്ന് അറ്റൻഡ് ചെയ്യും. കാരണം നമ്മൾ പല ആൾക്കാരും എന്ത് ചെയ്യാറില്ല, ഈ ഒരു കേട്ടിട്ട് എക്സാമിന് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കാറില്ല ആദ്യ സമയത്ത് പോയി എഴുതുമ്പോൾ. അതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം ഈ ഒരു എക്സാമിന് എന്തില്ല, മൈനസ് മാർക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മൊത്തമായിട്ട്, അതായത് എല്ലാ ചോദ്യം അറ്റൻഡ് ചെയ്താൽ തന്നെ ഏകദേശം ഒരു പാസ് മാർക്ക് അല്ലെങ്കിൽ ഒരു ക്വാളിഫൈ ചെയ്യാനുള്ള മാർക്ക് നമുക്ക് കിട്ടുമെന്നൊരു വിശ്വാസം എന്തുണ്ട്, നമുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അധികമായിട്ട് പഠിക്കേണ്ട, അതായത് നമ്മൾ പഠിക്കും, പക്ഷേ എല്ലാ ഏരിയാസും നമ്മൾ കവർ ചെയ്യില്ല. നമ്മൾ കുറച്ച് കാര്യങ്ങൾ മാത്രം നോക്കി എന്ത് ചെയ്യും, ഈ എക്സാം പോയി എഴുതും. ഇതിലെ ചോദ്യങ്ങൾ വായിക്കുന്ന സമയത്തായിരിക്കും നമ്മൾ പലർക്കും എന്ത് വരിക, കുറച്ചൊക്കെ ബോധം വരിക. അത് നമ്മളപ്പോൾ പറയും, അയച്ചേ പഠിച്ചിട്ട് വന്നാൽ മതി, കാരണം സിമ്പിളായ ക്വസ്റ്റ്യൻസ് ആണ്, പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റിയിരുന്നു, പാസ്സാൻ സാധിച്ചിരുന്നു എന്നൊക്കെ പറയും. കാരണം എന്താ വെച്ചാൽ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും, നമ്മൾ പഠിച്ച കാര്യങ്ങളായിരിക്കും ഈ ഒരു കേട്ട എക്സാമിൽ ചോദിക്കുക. പക്ഷേ അതിൽ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് അത് കാണുമ്പോഴായിരിക്കും നമുക്ക് എന്ത് വരിക, കൺഫ്യൂഷൻ വരിക. അപ്പോൾ നല്ല രീതിക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, ഈ ഒരു എക്സാം ക്വാളിഫൈ ചെയ്യാൻ സാധിച്ചിരുന്നു എന്ന് പറയുന്ന കുറേ പേര് എനിക്കറിയാം. ഞാനും അതിൽപ്പെട്ടൊരു വ്യക്തിയായിരുന്നു. കാരണം ഞാൻ ഇങ്ങനെ തന്നെയായിരുന്നു. ആദ്യ ടൈമിൽ എന്ത് ചെയ്യില്ല, ഞാൻ അത്രയും നന്നായിട്ട് പഠിച്ചിട്ടൊന്നുമല്ല എക്സാമിന് പോയത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ടൈമിലൊന്നും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, ഒരു എക്സാം ക്വാളിഫൈ ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ രണ്ടാം തവണ കേട്ടിട്ട് എക്സാം എഴുതാൻ പോയ സമയത്ത് എങ്ങനെയെങ്കിലും ഈ ഒരു എക്സാം പാസ്സാവണം എന്ന ആഗ്രഹത്തോടെയാണ് പോയത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് വായിച്ച് പഠിച്ചിട്ടാണ് പോയത്. നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നോക്കിയിരുന്നു. പക്ഷേ എക്സാം ഹാളിൽ കയറിയ സമയത്ത് ആകെ എന്താ വെച്ചാൽ, അറിയുന്ന ക്വസ്റ്റ്യൻസ് വരെ നമുക്ക് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല. അതായത് അറിയുന്ന ക്വസ്റ്റ്യൻസ് വരെ നമ്മൾ തെറ്റിച്ചു പോയി. ആ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ്, അറിയുന്ന ക്വസ്റ്റ്യൻസ് വരെ നമ്മൾ തെറ്റിച്ചു. ചില ക്വസ്റ്റ്യൻസൊക്കെ കറക്കി കുത്തിയിട്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു, ശരിയാക്കി കൊടുത്തു. പക്ഷേ റിസൾട്ട് വന്ന സമയത്ത് 2 മാർക്കിനാണ് എനിക്ക് ആ ഒരു കേട്ടിട്ട് എക്സാം നഷ്ടപ്പെട്ടു പോയത്. അപ്പോൾ 2 മാർക്കിനും 3 മാർക്കിനൊക്കെ കേട്ടിട്ട് നഷ്ടപ്പെട്ടു പോകുമെന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു സങ്കടം പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. ഒന്നാമത്തെ കാരണം എന്താ വെച്ചാൽ, നമ്മളൊരു കേട്ടിട്ട് എക്സാം എഴുതുന്ന സമയത്തും തന്നെ കുറേ പേര് നമ്മളിങ്ങനെ ചോദിക്കും, എന്തായി കേട്ടിട്ട് കിട്ടിയോ, ഈ പ്രാവശ്യം കിട്ടുമോ? കാരണം അവരൊക്കെ മനസ്സിൽ നമ്മളെന്താണ്, അധ്യാപകനാണ്. കാരണം ആ ഒരു അധ്യാപകനെ ഒരു കേട്ടിട്ട് ഇതേപോലത്തെ മൈനസ് മാർക്ക് ഇല്ലാത്തൊരു എക്സാം ക്വാളിഫൈ ചെയ്യാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ ഈ ഒരു എക്സാമിൻ്റെ ബുദ്ധിമുട്ട് എത്രത്തോളമാണെന്ന് നമുക്കറിയാം. കാരണം എക്സാം എഴുതുന്നവർക്കേ ഇതിൻ്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. പുറത്ത് നിൽക്കുന്നവർക്കൊന്നും ഒരു എക്സാം എന്താണെന്ന് അവർക്കറിയില്ല. കാരണം അവരെ മനസ്സിലെന്താണ്, മൈനസ് മാർക്ക് ഇല്ലാത്തൊരു എക്സാം, സിമ്പിളായുള്ള ക്വസ്റ്റ്യൻസ്, പാസ്സാൻ സാധിക്കും. സംഭവം ശരിയാണ്, സിമ്പിളായ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. പക്ഷേ എന്തോ നമുക്ക് സാധിക്കണില്ല പാസ്സാൻ. അപ്പോൾ അതിൻ്റെ മെയിൻ കാരണക്കാരൻ ആരാണ്, നമ്മൾ തന്നെയാണ്. നമ്മൾ മര്യാദയ്ക്ക് പഠിക്കാത്തതുകൊണ്ടൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാത്തത്, ഒരു എക്സാം ക്വാളിഫൈ ചെയ്യാൻ സാധിക്കാണ്ട് പോകുന്നത്. കാരണം നമ്മൾ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും, എല്ലാ ഏരിയാസും കവർ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് സൈക്കോളജി എന്നൊക്കെ പറഞ്ഞാൽ കൃത്യമായിട്ട് ഡയറക്റ്റ് ചോദ്യങ്ങൾ വരാറ്. സൈക്കോളജി ഒന്നും അങ്ങനെ കൺഫ്യൂഷനൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാറില്ല. അപ്പോൾ പൊതുവേ വന്ന ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ അവർ ചോദിക്കാറ്, നമ്മൾ പഠിച്ച കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ നമ്മളെ അശ്രദ്ധ കാരണം നമ്മൾ വിട്ടുപോയതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാത്തത്, അത് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കാണ്ട് പോകുന്നത്. പിന്നെ സബ്ജക്റ്റ് വൈസ് ആണെങ്കിലും നമ്മൾക്ക് അറിയുന്ന കാര്യങ്ങൾ ചോദിക്കാറുള്ളൂ. ഓക്കെ, പിന്നെ അത്ര വലിയ മാർക്കും നമുക്ക് ഇതിൽ നേടേണ്ട ആവശ്യമില്ല. ആകെ ജനറൽ കാറ്റഗറിക്ക് പെട്ട വ്യക്തികൾക്ക് മാത്രമല്ല 90 മാർക്ക് കിട്ടേണ്ടത്. മറ്റവർക്ക് 82 മാർക്ക് അല്ലെങ്കിൽ 83, ആ ഒരു മാർക്കൊക്കെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. കാരണം 150 ചോദ്യമുണ്ട്. ആ 150ൽ ഒരു 82 മാർക്ക് അല്ലെങ്കിൽ 90 മാർക്ക് മേടിക്കുക എന്നാണെങ്കിൽ പ്രയാസമാണോ ചോദിച്ചാൽ, മര്യാദയ്ക്ക് പഠിച്ചൊരു വ്യക്തിയാണെങ്കിൽ എന്താണ്, അവന് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ
സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നേടിയെടുക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് ഈ ഒരു എക്സാം ക്വാളിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ കൃത്യമായിട്ട് എല്ലാ പോർഷൻസും, അതായത് എല്ലാ സബ്ജക്റ്റ് ഏരിയാസും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് കവർ ചെയ്ത് പഠിക്കുക. പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ഏകദേശം 2017 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ, കേട്ടറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ചോദിച്ച സെയിം ചോദ്യം തന്നെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഈ കഴിഞ്ഞ എക്സാമിന് പ്രാവശ്യം കഴിഞ്ഞ കേട്ടറ്റ് എക്സാമിന് ചോദിച്ചിട്ടുണ്ടാവും. കാരണം കേട്ടറ്റ് എക്സാം എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് ചോദ്യങ്ങളാണ് അവർ സാധാരണ രീതിയിൽ ചോദിക്കാറ്. കാരണം കുറേ റിപ്പീറ്റഡ് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഒരു 15-20 മാർക്ക് നമുക്ക് എന്ത് കിട്ടും, ഈ റിപ്പീറ്റഡ് ചോദ്യങ്ങൾ, ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം നോക്കി പോയാൽ തന്നെ നമുക്കൊരു 20 മാർക്ക് എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ സാധിക്കും. ബാക്കി മാർക്ക് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ മതി, പഠിച്ചുണ്ടാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതോടൊപ്പം തന്നെ ക്ലാസ്സസ്, കേട്ടിട്ടുമായി ബന്ധപ്പെട്ട് കുറേ ക്ലാസ്സസ് എന്ത് ചെയ്തിട്ടും നമുക്ക് ഈ പ്രാവശ്യം കിട്ടാറുണ്ട്. യൂട്യൂബിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ക്ലാസ്സസ് ഉണ്ട്. അതേപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ വേറെ കോച്ചിങ് സെൻറ്റർ പോകുകയാണെങ്കിൽ അവിടെയൊക്കെ ഉണ്ടാവും സ്റ്റഡി മെറ്റീരിയൽസ്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ, ഇപ്പോൾ കുറച്ച് മെറ്റീരിയൽസ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ വേണമെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്താൽ മതി, ഞാൻ എൻ്റെ കയ്യിലുള്ള എന്ത് ചെയ്യാം നമ്മൾ അയച്ചു തരേണ്ടത്. ഓക്കെ, അപ്പോൾ നല്ല രീതിക്ക് പഠിക്കുക. നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം ടൈം എന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്ത് പഠിക്കുക. പെട്ടെന്ന് പഠിച്ച് പാസ്സാൻ പറ്റുന്ന ഒരു എക്സാം അല്ല കേട്ടിട്ടെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. കാരണം നമ്മൾ എല്ലാ കാര്യങ്ങളും കൃത്യമായി പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ല രീതിക്ക് ഈ ഒരു എക്സാം പാസ്സാൻ സാധിക്കുള്ളൂ. നമുക്ക് ഫുൾ മാർക്ക് മേടിക്കണമെന്നൊന്നുമില്ല. നമുക്ക് എന്ത് ചെയ്യാൻ മതി, ആ ഒരു പാസ് മാർക്ക്, അതിൽ പറയുന്ന ഒരു പാസ് മാർക്ക് മാത്രം നമുക്ക് മേടിച്ചാൽ മതി. അപ്പോൾ അത് മേടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, എല്ലാ ഏരിയയും നമ്മൾ കൃത്യമായിട്ട് കവർ ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം എന്ത് ചെയ്യാൻ വേണ്ടി, പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടുത്ത കേട്ടറ്റ് എക്സാം ഉടനെ ഉണ്ടായിരിക്കും. അതെന്ത് ചെയ്യുക, നല്ല രീതിക്ക് പഠിച്ച് എല്ലാവരും പാസ്സാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.